അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന ഒരു സംഗതിയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഒരാൾ വിവാഹിതനാകലോടെ റബ്ബിൽ നിന്ന് അയാൾക്ക് കൂലി വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഏത് കാര്യങ്ങളും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട്. വിശേഷിച്ചും നിക്കാഹ് എന്ന ഉത്തരവാദിത്തം, അള്ളാഹുവിന്റെ ദീൻ അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ച നിക്കാഹ് എന്ന ഉത്തരവാദിത്തം, വിവാഹമെന്ന ഉത്തരവാദിത്തം ഒരാൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അയാൾക്ക് കിട്ടുന്നതെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ മാച്ചാവുക എന്നത്, ഒന്നിച്ചു പോകാൻ കഴിയുക എന്നത്, സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കാൻ കഴിയുക എന്നത് അള്ളാഹുവിന്റെ വലിയ നിഅമത്തും ദൃഷ്ടാന്തവുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. രണ്ട് വ്യക്തികൾക്കിടയിൽ മാച്ചാക്കാൻ, നന്നാക്കാൻ, പാരസ്പര്യ ബോധം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ലോകം മൊത്തം ഉദ്ദേശിച്ചാലും അവർക്കിടയിൽ സ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെടില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം മൊത്തം എതിർത്താലും അള്ളാഹു പാരസ്പര്യ ബോധം നൽകാൻ ഉദ്ദേശിച്ച ബന്ധമാണെങ്കിൽ ആ ബന്ധത്തിൽ ബറക്കത്ത് വർഷിക്കും എന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ ദീനിന് പ്രാമുഖ്യം എപ്പോഴും കൊടുക്കണം, പ്രത്യേകിച്ചും വൈവാഹിക കാര്യങ്ങളിൽ. എല്ലാ വിഷയത്തിലും നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ദീനാവണം, അള്ളാഹും റസൂലുമാകണം, ദീനാകണം, ദീനിന്റെ പൊരുത്തമാകണം. നമ്മുടെ സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനുമായി ദീന് മാറാൻ പാടില്ല. ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ദേഹേച്ഛയും സെക്കൻഡ് ഓപ്ഷൻ ദീനുമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ ദീനാകണം. അള്ളാഹുവിന്റെ ദീൻ പൊരുത്തപ്പെടുന്ന സംഗതിയാണോ ഇതെന്ന് ഉറപ്പുവരുത്തണം, പ്രത്യേകിച്ചും വൈവാഹിക കാര്യങ്ങളിൽ. വൈവാഹിക കാര്യങ്ങളിൽ ദീനിന് പ്രാമുഖ്യം നൽകിയാൽ ആ ബന്ധത്തിൽ അള്ളാഹു ബറക്കത്ത് തരും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് ദീനിന് പ്രാമുഖ്യം നൽകാത്തൊരു ബന്ധമാണെങ്കിൽ, ദീനിനെ അവഗണിക്കുന്ന, ദീന് സൈഡായി പോകുന്ന ഒരു ബന്ധമാണെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ദരിബത്ത് യദാഖ്, അള്ളാഹു ബറക്കത്ത് ഊരിക്കളയും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കൾ ഉണ്ടാവുക എന്നത് വലിയ നിഅമത്താണ്. മക്കൾ നന്നായി കിട്ടുക എന്നതും വലിയ നിഅമത്താണ്. എത്ര പേർക്ക് മക്കളില്ലാത്തവരുണ്ട്? കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് മക്കളില്ല, വിവാഹിതരാണെങ്കിലും. അവർക്ക് അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടിയിട്ടില്ല. എത്രയോ ആളുകൾക്ക് മക്കളുണ്ട്, പക്ഷെ നല്ലവരല്ല, ചീത്തപ്പേരുണ്ടാക്കുന്ന മക്കൾ, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന, നാടിന് ചീത്തപ്പേരുണ്ടാക്കുന്ന, മാതാപിതാക്കൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന മക്കളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ മക്കൾ ഉണ്ടാവുക എന്ന നിയമത്ത് കിട്ടണം, നല്ല മക്കളായി കിട്ടുക എന്ന നിയമത്തും കിട്ടണം. രണ്ട് ലോകത്തും, ദുനിയാവിലും ആഖിറത്തിലും മക്കളിലൂടെ കൺകുളിർമ നമുക്ക് കിട്ടണം. അതാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത്. റബ്ബനാ ഹബ് ലനാ മിന അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, കൺകുളിർമ നൽകുന്ന മക്കളെ നൽകണമേ, ഭാര്യ നൽകണമേ എന്ന ദുആ പ്രവാചകന്മാരുടെ ദുആയായി പരിശുദ്ധ ദീൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ വളരെ ഗൗരവതരമായ ഉത്തരവാദിത്തമാണ് നിക്കാഹിലൂടെ സാക്ഷാത്കൃതമാകുന്നത്. അതുകൊണ്ടാണ്, ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് വിവാഹിതനായ ഒരാളും വിവാഹിതനല്ലാത്ത ഒരാളും നിസ്കരിക്കുകയാണെങ്കിൽ വിവാഹിതന്റെ നിസ്കാരത്തിന് വിവാഹിതനല്ലാത്ത ആളുടെ നിസ്കാരത്തെക്കാളും പ്രതിഫലമുണ്ട് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തുന്നുണ്ട്. വിവാഹിതനല്ലാത്ത ഒരാളും വിവാഹിതനായ ഒരാളും നിസ്കരിക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുള്ളായ നിസ്കാരം, ഏറ്റവും കൂലി കിട്ടുന്ന നിസ്കാരം മാരീഡായ വ്യക്തിയുടേതാണെന്ന്, ബാച്ചിലറിനേക്കാളും മാരീഡിനാണ് പ്രതിഫലമെന്ന്, നിസ്കാരത്തിന് പവിത്രതയെന്ന്, ശ്രേഷ്ഠതയെന്ന്, പവർഫുൾ എന്ന് പരിശുദ്ധ ഇമാമിങ്ങൾ, മഹാന്മാരായ ഇമാമിങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഉത്തരവാദിത്തത്തോടു കൂടി നിക്കാഹ് നടത്തുകയും ജീവിതത്തിലുടനീളം ദീനിന് പ്രാമുഖ്യം നൽകി ദാമ്പത്യ ജീവിതം നയിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാളെ മരിച്ചു ചെന്നതിന് ശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വിവാഹിതനായ ആൾക്ക് പ്രത്യേക പവറും ശക്തിയും ഉണ്ടാകുമെന്ന്, അഭിമാന ബോധം ഉണ്ടാകുമെന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവരുടെ പരിശുദ്ധ ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വിവാഹിതനായ ആൾക്ക് പ്രത്യേക അഭിമാന ബോധം ഉണ്ടാകുമെന്ന്,
മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അത്രയും പവർഫുൾ ആയ ഒരു സംഗതിയാണ്, ഉത്തരവാദിത്വത്തോടു കൂടെ നടത്തപ്പെടേണ്ട ഒരു സംഗതിയാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റഹ്മത്തിന്റെ മലക്കുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വേദിയാണ് നിക്കാഹിന്റെ വേദി എന്ന് പറയുന്നത്. ഇതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ചിലർ നിക്കാഹിനെ നിസ്സാരവൽക്കരിക്കുന്നത്, കളിയും തമാശയുമായി കാണുന്നത്. കല്യാണത്തിന്റെ ദിവസം, നിക്കാഹിന്റെ ദിവസം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ ദിവസമാണ്, റാഹത്തിന്റെ ദിവസമാണ്. പക്ഷെ അത് നിസ്സാരമാക്കാൻ പാടില്ല, അത് തട്ടിക്കളയാൻ പാടില്ല. അതിനൊരു ബറക്കത്ത് പോകും വിധത്തിൽ കളിയും തമാശയുമായി മാറാൻ പാടില്ല. JCBയിൽ പുതിയാപ്ല വരിക, ആംബുലൻസിൽ പുതിയ പോവുക, ഇങ്ങനെയുള്ള നിസ്സാരപ്പെടുത്തലുകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, പടച്ചവനെ, ഇവരിലൂടെ ഉണ്ടാകുന്ന മക്കൾ ബറക്കത്ത് നഷ്ടപ്പെട്ടവരായാൽ എത്ര വലിയ നഷ്ടമായിരിക്കും സമൂഹത്തിലും സമുദായത്തിലും ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഇത് കുടുംബത്തിന് അടിത്തറയിടുന്ന ഘട്ടമാണ്. നിക്കാഹ് എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിന് അടിത്തറയിടുന്ന ഘട്ടമാണ്. ഈ അടിത്തറ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ മുകളിലേക്ക് എത്ര കെട്ടിപ്പൊക്കിയിട്ടും കാര്യമില്ല. അപ്പൊ ഇത് ബറക്കത്തുള്ള ഈ സദസ്സിൽ തീർത്തും ദീനിന് പ്രാമുഖ്യം നൽകി, പടച്ചവനെ നിന്റെ സഹായം എനിക്ക് തരണമേ, ഞങ്ങൾക്ക് തരണമേ. ഈ അന്നദാനവും ഇവിടെ കൂടലും ഈ പരിപാടി സംഘടിപ്പിക്കലും ഇതിനുവേണ്ടി പണം ചെലവഴിക്കലും എല്ലാം പടച്ചവനെ നീ പൊരുത്തപ്പെടുന്ന അമലുകളാക്കി നീ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയും